നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാടക്കത്തറ വില്ലടം റോഡ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് വികസന സദസ്സ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വാണിയമ്പാറ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാടക്കത്തറ വില്ലടം റോഡ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം IS ഉമാദേവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന വാർഡിൻ്റെ കൗൺസിലറുമായിട്ടുള്ള സതീശേട്ടൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. സതീശേട്ടൻ നേരത്തെ ജയദേവേട്ടൻ്റെ PA ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശവും നമ്മുടെ മണ്ഡലവും ആകെ നല്ലതുപോലെ ബോധ്യമുള്ള, വേണമെങ്കിൽ ഇവിടെ അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചൊരു കാലത്ത് ഈ മണ്ഡലത്തെ പല വിധത്തിൽ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഇന്ദിരേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മണനോടും സതീശേട്ടനോടും പ്രിയപ്പെട്ട സണ്ണി ചെന്നിക്കരയോടും വിനയനോടും ഒക്കെ പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബഹുമാനായിട്ടുള്ള ഒരു സുഹൃത്ത്, ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിനിടയിലാണ് ചെന്ന് കയറിയത്. അപ്പം അദ്ദേഹം എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പഞ്ചായത്തിന് 20 കോടി രൂപ വരെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വളരെ അത്ഭുതത്തോടെ അത് കേട്ടു. ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ വന്ന് നോക്കുകയായിരുന്നു. ഈ 100 മീറ്റർ ചുറ്റളവിൽ മാത്രം നമ്മൾ വെച്ചിട്ടുള്ളത് 2.25 കോടി രൂപയാണ്. ഈ വാർഡിൽ ഗവൺമെൻറ് മാത്രം കൊടുത്തിട്ടുള്ളത് 5 കോടി രൂപയാണ്. ഈ പഞ്ചായത്ത് കൊടുത്ത കാശ് എത്രയാണെന്ന് കൂട്ടിയാൽ എന്നോടത് പറഞ്ഞ മന്ത്രി ബോധം കെടും എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ ഇനി വരുന്ന ദിവസങ്ങളെല്ലാം വലിയ വലിയ ഉദ്ഘാടനങ്ങളുടെ ദിവസങ്ങളാണ്. ഞങ്ങൾ വലുതാക്കുന്നില്ല എന്ന് മാത്രം. ഞാൻ ഒറ്റ കാര്യം, ഈ മാടക്കത്തറ ആലിൻ്റെ മുമ്പിൽ നിന്ന് ഒരുപക്ഷെ വിദ്യാർത്ഥി കാലം മുതൽ ഇവിടെ വന്നിരുന്ന ഒരാളെന്ന നിലയിൽ, സാധാരണ നിലയിൽ പണ്ട് ISF ആയിരിക്കുന്ന കാലത്ത് ഇവിടെ ഗോപിദാസിൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ പാടം കയറി കിഷോറിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഈ വഴിയാണ്. ആ ഒരു ദീർഘകാലത്ത് അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ പറയട്ടെ, നമുക്കൊരു സാമാന്യമൊരു കാലത്ത് ടാറിടേണ്ടി വരാത്ത വിധത്തിൽ, ഇന്നലെ അവിടെ ഒരു റോഡ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ സാവിത്രി സദാനന്ദൻ പറയുന്നത് കേട്ടു, സാധാരണ പഞ്ചായത്ത് മെമ്പർമാർ ടാറിട്ടാൽ ഇറങ്ങിപ്പോകുമ്പോൾ ടാറും കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന വിധത്തിലുള്ള ടാറിൽ നിന്നൊക്കെ മാറി ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു 5-8 വർഷക്കാലത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത വിധത്തിൽ മനോഹരമായി പണിതിട്ടുള്ള ഒരു റോഡ്. ആലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നടന്നാൽ പോലും എത്താൻ പറ്റുന്ന ദൂരത്തിലുള്ള കച്ചിത്തോടിൻ്റെ പഴയ പടം എടുത്തു വച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കച്ചിത്തോട് ഡാം കാണാൻ ഞാൻ MLA ആയി വന്ന ഘട്ടത്തിൽ വിനയനൊക്കെ കൂടി കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി കാണാൻ പോകുന്നത് കച്ചിത്തോട് ഡാമാണ്. ഡാം കണ്ടപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഒരു കൽവർട്ടിൻ്റെ വലിപ്പമുള്ള ഒരു ചെറിയ പാസേജും പിന്നെ സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ടാങ്കും അതിൻ്റെ ഓഫീസും ഒഴിച്ചാൽ ഒന്നുമില്ലാതിരുന്ന
ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വരുന്നവരും പിന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആളുകളുമല്ലാതെ ഒരാവശ്യത്തിനും അവിടേക്ക് പോകേണ്ടി വരാത്ത കച്ചിത്തോട് ഡാം 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഗവൺമെൻറ് പഞ്ചായത്തും കൂടി എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അറിയാം. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സേവ്യർ ചിറ്റിരപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വികസന പത്രിക MLA സേവ്യർ ചിറ്റിലപ്പള്ളി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M രേണുകുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. പഞ്ചായത്തിന്റെ നേട്ടങ്ങൾക്കൊപ്പം നിന്ന പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, ജനപ്രതിനിധികളായ ഐശ്വര്യ ഉണ്ണി, ഷൈനി ജേക്കബ്, ശാന്ത ഉണ്ണികൃഷ്ണൻ, ബീന കുര്യൻ, സിന്ധു രാജീവ്, VS ഷാജു, C സുരേഷ്, K രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ, കില ഫാക്കൽറ്റി ഡയറക്ടർ M രേണുകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ജില്ലാ റിസോഴ്സ് പേഴ്സൺ MK രമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ഡോക്ടർ ബിനോജ് മോഡറേറ്ററായി പ്രവർത്തിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി KK ലത നന്ദിയും പറഞ്ഞു. നമ്മുടെ മോനിയെ പുറമ്പോക്ക് കയ്യേറിയ ആൾ മർദ്ദിച്ചത് ഇപ്പോഴും കേസ് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ റോഡ് ഇതെല്ലാം നടന്നത് ഈ 4-4.5 കൊല്ലത്തിൻ്റെ ഇടയിലാണ്. അപ്പം ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതിയും ജനപ്രതിനിധികളും നടത്തുന്ന വലിയ ഇടപെടൽ, ഇതിൻ്റെ ഒരു ചിത്രം ഞാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇനിയും 1-2 പുറമ്പോക്കുകളുടെ ഇഷ്യൂവും അതുപോലെ തന്നെ വനഭൂമി, പിന്നെ നിലവിൽ നമ്മൾ പരിവേഷ് പോർട്ടലിലേക്ക് കൊടുത്ത പ്രശ്നങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. നമുക്കതെല്ലാം ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഗവൺമെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും ഇടപെടൽ, അത് ഇച്ഛാശക്തി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, നമ്മുടെ പഞ്ചായത്തിൻ്റെ ടൂറിസം സാധ്യതയെ ശക്തിപ്പെടുത്താൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റവാക്കിൽ പറയാം, നമ്മുടെ ഈ റോഡ് ഉൾപ്പെടെ 117 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നടന്നുകൊണ്ടിരിക്കുക. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പാലങ്ങളിൽ, പ്രളയത്തെ തുടർന്ന് പുതുക്കി പണിയേണ്ടതായ പാലങ്ങളിൽ ഒരു പാലം ഒഴിച്ച് എല്ലാ പാലത്തിനും തുക ഭരണാനുമതിയായിരിക്കുകയാണ്. അപ്പം ഞാൻ പൊതുമരാമത്ത് പ്രവർത്തികളുടെ ഒരു ഘട്ടം പറഞ്ഞതാണ്. ഇനി ടൂറിസം എടുക്കാം. ഇപ്പോൾ വാടാനിയിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ, അവിടുത്തെ മറ്റ് കൊച്ചു കൊച്ചു പ്രവൃത്തികൾ നിൽക്കട്ടെ, അത് ഈ സംസ്ഥാനത്ത് തന്നെ ശരിക്ക് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കാം. അതിന് നിർമ്മാണം നടക്കുകയാണ്. ഏകദേശം 35-40% അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിരിക്കുന്നു. തുടർന്ന് നമുക്കറിയാം, നമ്മുടെ മറ്റേ ചെപ്പാറ വർഷക്കാലത്ത് മാത്രമാണ്. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ മൂർക്കിനിക്കര സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK അമൽറാം, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിനിത സുഭാഷ്, ബിന്ദു സുരേഷ്, MS അശോക് കുമാർ, ICDS സൂപ്പർവൈസർ ഫാത്തിമ കരീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടത്തറ പഞ്ചായത്ത് പരിധിയിലെ 30 അംഗൻവാടികളിൽ നിന്നുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ സമാപന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ വിതരണം ചെയ്തു. വിവിധ തലങ്ങളെടുത്ത് പരിശോധിച്ചാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പുതിയ കാലത്ത് വിദ്യാർത്ഥി ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉയർന്ന തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്കാണെങ്കിൽ അവർക്ക് കായിക മത്സരങ്ങൾ
സർക്കാർ ചിലവിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വിവിധ തലങ്ങളിലായി സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അഖിലേന്ത്യാ തലം വരെ പങ്കെടുക്കാൻ മത്സരിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ജീവനക്കാർക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇതിലൊന്നും പെടാത്ത ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോകേണ്ടി വന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് 15 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളോത്സവം സർക്കാർ സംഘടിപ്പിച്ചു വരുന്നുണ്ട് യുവജനക്ഷേമ ബോർഡിന്റെ പങ്കാളിത്തത്തോടുകൂടി. എന്നാൽ ഏറ്റവും ചെറിയ കുട്ടികളിൽ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകതയെ തൊട്ടുണർത്തി ഭാവിയിൽ വലിയ കലാകാരന്മാരും കലാകാരികളുമാക്കി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല, യഥാർത്ഥ ശരിയായ ദിശയിലൂടെ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെ കൈപിടിപ്പിക്കാൻ കഴിയുമെന്നുള്ള മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ പദ്ധതിയായ ബാലസഭാ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതോടനുബന്ധിച്ച് മാടക്കത്തറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 50ഓളം ബാലസഭാംഗങ്ങൾ പരിശീലനത്തിൽ പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ സതി അജയൻ അധ്യക്ഷത വഹിച്ചു. ബാലസഭാ കൺവീനർ ശ്രീജ AS സ്വാഗതവും സെക്രട്ടറി രമേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, 15ാം വാർഡ് മെമ്പർ മിഥുൻ, CDS വൈസ് ചെയർപേഴ്സൺ അജിത സുനിൽകുമാർ, സംസ്ഥാന ബാലസഭ റിസോഴ്സ് പേഴ്സൺ ശ്രീജ മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CDS അംഗങ്ങളായ ശോഭന രവി, ഗ്രേസി ജെയിംസ്, സുമ, സ്മിത ഷിബു, പരിശീലക ഹിത, കുടുംബശ്രീ അക്കൗണ്ടന്റ് ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധങ്ങളായ കരകൗശല വസ്തുക്കൾ പരിശീലന പരിപാടിയിൽ ബാലസഭാംഗങ്ങൾ നിർമ്മിച്ചു. ഓട്ടുപാറ സൂപ്പർമാർക്കറ്റിൽ വൻ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഓട്ടുപാറ ബൈപ്പാസ് റോഡിൽ പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർമാർക്കറ്റിലാണ് ഇന്നലെ പുലർച്ചെയോടെ തീപിടുത്തമുണ്ടായത്. കടയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടയാൾ അഗ്നിശമന സ്റ്റേഷനിൽ നേരിട്ടെത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി. ഈ സമയം വിവരമറിഞ്ഞ് ഉടമയും എത്തിച്ചേർന്നു. ഷട്ടർ ഉയർത്തി നോക്കിയപ്പോൾ കടയുടെ പിൻഭാഗത്ത് നിന്നായി തീ പടർന്നു പിടിച്ച നിലയിലായിരുന്നു. വൈദ്യുതി വയറുകൾക്കും നിരീക്ഷണ ക്യാമറകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അഗ്നിശമന സ്റ്റേഷൻ ഓഫീസർ ശ്യാംകുമാറിന്റെ അധ്യക്ഷതയിൽ സംഘം ഉടൻ തന്നെ
രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ ചാണോത്ത് ദേശത്ത് നിരപ്പേൽ റോഡ്, കപ്പേള റോഡ്, രായിരത്ത് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സാവിത്രി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. 3 റോഡുകൾക്കുമായി 23 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കട്ട വിരിച്ചു. ചടങ്ങിൽ കോൺട്രാക്ടർ VM മജീദിനെയും റവന്യൂ വകുപ്പ് മന്ത്രി അനുമോദിച്ചു. ഒരു കുളം വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മണ്ണഞ്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ ഉദ്ഘാടനം 28-ാം തീയതി രാവിലെ 9:30 മണിക്ക് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി ഉദ്ഘാടനം ചെയ്യാം. ആളുകൾ എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ പീച്ചി റോട്ടിൽ നിന്ന് വിലങ്ങന്നൂർ വരെ ഒന്ന് യാത്ര ചെയ്യാം. അപ്പോൾ അറിയാം റോഡ് എങ്ങനെയാണ് പണിയേണ്ടതെന്ന്. വൈകുന്നേരം റോട്ടിലൂടെ യാത്ര ചെയ്താൽ അതിൻ്റെ സന്തോഷം എന്താണ് എന്നൊരു അവസ്ഥ. നിങ്ങളങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഫെബ്രുവരി മാസത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം വന്നിട്ടുണ്ടാവും. ഒരപ്പംകെട്ട് എന്നാണ് അതിൻ്റെ പേര്. 5 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ മീതെ കൂടെ ഗ്ലാസ്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള UDF നേതാക്കളെയും പ്രവർത്തകരെയും മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ വാണിയമ്പാറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മുൻ പഞ്ചായത്ത് അംഗം PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സംഗമം DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിനും മാധ്യമ ശ്രദ്ധ വഴിതിരിച്ചുവിടുന്നതിനും വേണ്ടി ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മർദ്ദന പരമ്പര അരങ്ങേറിയത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻകുട്ടി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ്, കോൺഗ്രസ് മണ്ഡലം ട്രഷറർ ജോർജ് M വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി TS ഷനു, വാർഡ് പ്രസിഡന്റ് KV വാസൂട്ടി, ബൂത്ത് പ്രസിഡന്റുമാരായ MM ഇബ്രാഹിം, PV പൗലോസ്, PM ഉബൈദ് എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിന് നേതൃത്വം നൽകുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും INTUC യൂണിയന്റെ വാണിയമ്പാറ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജോസഫേട്ടൻ, അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ എല്ലാ നേതാക്കന്മാരെയും പേര് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരും സഹപ്രവർത്തകരും, നമുക്കറിയാം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച വിഷയം നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷെ പോലീസ് അറിയാതെ തല്ലിയതാണ്, അല്ലെങ്കിൽ കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി കടന്നു പോയപ്പോൾ ഒരു അക്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മർദ്ദനമാണ് എന്നാണ്. സമസ്ത മേഖലകളിലും കൊള്ളയടിക്കുന്നതിന് നേതൃത്വം നൽകി കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന ശബരിമലയിലെ ഒരിടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. 24 കേരള ബറ്റാലിയന്റെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി വാരാഘോഷം സമാപിച്ചു. കേച്ചേരി പുഴയുടെ ഭാഗമായ ആളൂർ പാലവും പരിസരവും വൃത്തിയാക്കൽ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസ് മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യം നീക്കം ചെയ്യൽ, ശുചിത്വ ബോധവൽക്കരണ കൂട്ടയോട്ടം, സൈക്കിൾ റാലി, പുഴ സംരക്ഷണ പ്രതിജ്ഞ തുടങ്ങിയ വിവിധ പരിപാടികളാണ് വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. വാരാഘോഷ സമാപനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ബാലചന്ദ്രൻ, മേജർ PJ സ്റ്റൈജു, പ്രിൻസിപ്പാൾ സന്തോഷ് T. ഇമ്മട്ടി, ഹവിൽദാർ മഞ്ജിത് സിംഗ്, മുൻ NCC ഓഫീസർ ഫ്രെഡി KB എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. സീനിയർ അണ്ടർ ഓഫീസർ അഭിജിത്ത് മോഹൻ, ശിവമല്ലി, സീനിയർ കേഡറ്റുകളായ മുഹമ്മദ് CM, ആദിത്യൻ CS, ഇസബൽ ജോസ്, സന മരിയ, ഗ്രേസ് ജോഷി എന്നിവർ നേതൃത്വം നൽകി. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പേരിലാണ് ശുചിത്വ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക ദിനാഘോഷ പരിപാടികൾ മണ്ണുത്തി ഡോൺ ബോസ്കോ റെക്ടർ ഫാദർ സിറിൽ എടമന ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. ഇടവക അംഗങ്ങളായ മേയർ MK വർഗീസ്, കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കുടുംബ കൂട്ടായ്മകൾ, ഭക്തസംഘടനകൾ, മതബോധന വിഭാഗം എന്നിവയുടെ സംയുക്ത വാർഷികങ്ങളും വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. ഏകോപന സമിതി സെക്രട്ടറി ജോസ് നല്ലങ്ങര സ്വാഗതവും ട്രസ്റ്റി ആന്റോവി മാത്യു നന്ദിയും പറഞ്ഞു. കൈക്കാരന്മാരായ തോമസ് എടമറ്റത്തിൽ, പിയൂസ് ചാലിശ്ശേരി, ലിയോ ആലപ്പാട്ട്, മതബോധന സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിയോ റാഫേൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ നോബി മേനാച്ചേരി എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചിരുന്നു. മണ്ണുത്തി വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ഈ ഇടവകയുടെ ഇടവക ദിനാഘോഷത്തിൽ സംബന്ധിക്കുക വളരെ സന്തോഷകരമായ ഒരനുഭവമാണ്. ഇത്രയും വലിയ ഒരു ഇടവകയിൽ നിങ്ങൾ എല്ലാവരും ഒന്നുചേർന്ന് വികാരിച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബമായി സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസമാണല്ലോ ഇടവക ദിനം എന്ന് പറയുക. ഈ അവസരത്തിൽ ഈ ഇടവകയെക്കുറിച്ചും ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ കത്തോലിക്ക ഇടവകകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കണ്ണൂർ നടന്ന ഒരു സംഭവമാണ്. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്.
എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്കറിയാം, കണ്ണൂരിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം പലപ്പോഴും കലുഷിതമായി മാറാറ്. పాష్ పరదేశీ నేను పర్ నుంచి వచ్చేసాను. இது என்ன உடம்பா வேடக்கோழி குழம்பா புரியாம நான் பாக்குறேன். சமைச்சது சமைச்சது தாண்டா உனக்காக எழ போடுறேன். ரெக்டர் வச்சு பார்த்தா நீ 10 குவேக்கு ஒட்டு மொத்தம் உடலாடுதே. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. പുത്തൂർ പുഴയോരം ഗാർഡൻസിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ജെയ്ജു സെബാസ്റ്റ്യൻ, TM രാജീവ്, ഹരീഷ് മോഹൻ, C പ്രമോദ്, കാവ്യ രഞ്ജിത്ത്, റിസൻ വർഗീസ്, KN വിജയകുമാർ, നോബിൻ തച്ചേലിക്കര, സുമേഷ് മുല്ലക്കര, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, ബിനോയ് പടിക്കല, സമീഷ് PS, ധനേഷ് K ദാസ്, ജിസൻ സണ്ണി എന്നിവർ സംസാരിച്ചു. വിവിധ കമ്പനി പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 100ഓളം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരം ലഭ്യമായി. വരും മാസങ്ങളിലും ഇത്തരം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും സംഘാടകർ അറിയിച്ചു. ഇന്ന് നമ്മുടെ ജില്ലയിലെ, നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ബിസിനസ് മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന 40ഓളം സ്ഥാപനങ്ങൾ, ആ 40ഓളം സ്ഥാപനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചിരുത്താൻ അവർക്ക് ആവശ്യമായ അഭ്യസനത്തിലായ ചെറുപ്പക്കാരെ ഏത് മേഖലയിലേക്കാണ് ആവശ്യമെങ്കിൽ ആ മേഖലയിലേക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത്
ചെറിയ കാര്യമല്ല. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു നല്ല പരിപാടിക്ക്, പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അഭ്യസ്തരായ ഹൈലി പ്രൊഫഷണലായ ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തല ഡ്രീം വൈബ്സ് ബാലസദസ്സ് മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാലസഭയിലെ കുട്ടികളുടെ വികസന ആശയങ്ങൾ ക്രോഡീകരിച്ച് മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. CDS ചെയർപേഴ്സൺ സതി അജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാലസഭ റിസോഴ്സ് പേഴ്സൺ ശ്രീജ മനോജ് ക്ലാസ് എടുത്തു. കൺവീനർ ശ്രീജ AS സ്വാഗതവും അജിത സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, മെമ്പർ സെക്രട്ടറി രമേഷ് കുമാർ, 15ാം വാർഡ് മെമ്പർ മിഥുൻ, CDS അംഗങ്ങളായ ശോഭന രവി, ഗ്രേസി ജെയിംസ്, സുമ, സ്മിത ഷിബു, കുടുംബശ്രീ അക്കൗണ്ടന്റ് ദിവ്യ, ബാലസഭാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ, വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ CTV ന്യൂസിന് ലഭിച്ചു. നെല്ലായി സ്വദേശി പന്തല്ലൂർ കാരണത്ത് വീട്ടിൽ ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഭർത്താവിനോടൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം കയറുകയായിരുന്നു. ബസ് പുറകിലേക്കെടുത്താണ് സിജിയെ പുറത്തെടുത്തത്. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ പ്രവേശന ഭാഗത്താണ് അപകടം. നേരിയ ഗതാഗത കുരുക്കിനിടെ ഡ്രെയിനേജിന് മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതേ ദിശയിൽ വന്നിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്കാണ് സിജി വീണത്.
വിദേശ ഓയിൽ കമ്പനിയിലേക്ക് വ്യാജ വിസ നൽകി 5.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. അബുദാബിയിലെ ഓയിൽ കമ്പനിയിലേക്ക് പമ്പ് ഓപ്പറേറ്ററായി ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വ്യാജ വിസ നൽകി 2 യുവാക്കളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. സംഭവത്തിലെ പ്രതി തിരുവനന്തപുരം ചങ്ങവിള സ്വദേശി കടവിള വീട്ടിൽ വിൻസ് എന്നയാളെ തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പ്രതി റിമാൻഡിൽ. പ്രതി 20 വയസ്സുള്ള പുത്തൻചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തു. അയൽവാസിയും റിട്ടയർഡ് അധ്യാപികയുമായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന 6 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട അൻഷാദ് റിമാൻഡിൽ. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 64 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 193 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 129 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. കാപ്പ ഉത്തരവ് പ്രകാരം എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാകെ ഒപ്പുവെക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധ ഗുണ്ട അഴീക്കോട് വില്ലേജിൽ മേനോൻ ബസാർ ദേശത്ത് മുടവൻകാട്ടിൽ അൻഷാദിനെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടക്കത്ര വില്ലടം റോഡ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് വികസന സദസ്സ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വാണിയമ്പാറ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.